വെൽക്കം ടു രേജിയൻസ്. നമ്മുടെ ടസറിൻ്റെ വീഡിയോ കേട്ടോ. കുറച്ച് ഔട്ട്ഡോറിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു കാറൊക്കെയാണെങ്കിലും കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാട്ടോ. ഒരു ഗോൾഡൻ യെല്ലോ ആണ് കളർ വരുന്നത്. അപ്പോൾ ഇത് ബ്രഷ് പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ഇത് പ്യുവർ ടസർ ആട്ടോ കാണിക്കുന്നത്. പ്യുവർ ടസർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് ഉണ്ട്. 4000 എബോ റേഞ്ച് വരുന്ന ഐറ്റമാണ്. പിന്നെ നെക്കിൻ്റെ പോർഷനിൽ ഇത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് മീൻസ് ബ്രഷ് പെയിൻ്റ് ആണ്. ദുപ്പട്ടയ്ക്കകത്തും സെയിം തന്നെ രീതിയിൽ ഫുള്ള് ഇത് വരും. നല്ല വെറൈറ്റി പാറ്റേൺ ആട്ടോ. ടസർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കറിയാം, കോമൺ ആയിട്ട് കുറേ ഡിസൈൻസ് അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ അതല്ലാതെ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡറാണ് ഈ കുഞ്ഞായിട്ടൊരു കോഫി ബ്രൗണിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് പ്യുവർ ടസർ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പ്യുവർ ടസർ ആയതുകൊണ്ട് നിങ്ങൾ ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ആമ്പാട് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ആമ്പാട് നമുക്ക് ഉണ്ട് കേട്ടോ, വേണ്ടവർ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ടസർ അല്ല, അത് കോട്ടൺ സിൽക്കിലാണ് ചെയ്തേക്കുന്നത്. ഫുൾ വീലിങ്ങിന് വരും. നല്ല ലെങ്തി ആയിട്ടാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M121, റേറ്റ് 4480 4480. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ല കളറാണ്. നല്ലൊരു പിങ്കിൻ്റെ ഷെയ്ഡ്. നോർമൽ പിങ്കിനേക്കാളും പീച്ച് മിക്സ് ആയിട്ടുള്ള പിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്കാണ്. ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ സിൽക്ക് ആട്ടോ. ബോട്ടം മാത്രം നോർമൽ ഫാബ്രിക്കാണ്. ബാക്കി നമുക്ക് ടോപ്പും ദുപ്പട്ടയും വരുന്നത് പ്യുവർ സിൽക്ക്, പ്യുവർ ടസർ സിൽക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M120, റേറ്റ് 4480 4480. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. ഇതൊരു ഡാർക്ക് ഗ്രീനാണ്. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ചെറിയൊരു വേരിയേഷൻ കാണും, പക്ഷേ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി പാറ്റേൺ, നമുക്കൊരു കോമൺ ആയിട്ട് വരാറുള്ള ടസറിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് കുറച്ച് സ്റ്റാർച്ച് മുക്കിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിക്കൂടുതലുണ്ട് കേട്ടോ. ഇത് ഡ്രൈ വാഷ് മാത്രം ചെയ്താൽ മതി, അപ്പോഴേ ഒരു ഭംഗിക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M123, റേറ്റ് സെയിം തന്നെയാണ് 4480. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു റെഡിൻ്റെ കളറാണ് കേട്ടോ. ടൊമാറ്റോ റെഡ് അല്ല, കുറച്ചുകൂടെ നല്ലൊരു ഡാർക്കർ ടോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും സെയിം തന്നെ. ഇതൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്തൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ആ സെയിം തന്നെയാണ് നമുക്ക് ദുപ്പട്ടയിൽ മൊത്തത്തിൽ ആ ഒരു ബ്രഷ് പെയിൻ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ഇത് നല്ല ലെങ്തിയാണ്. നിങ്ങൾക്ക് വെക്കും മനസ്സിലാവും. ഇതൊരു 49 എബോ ലെങ്ത് ഇട്ട് തയ്ക്കാൻ കിട്ടും. ദുപ്പട്ടയ്ക്കാണെങ്കിൽ 2.5 എബോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് M122, റേറ്റ് 4480. നമുക്കിനി ലാസ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന, നോർമൽ ബ്ലൂ അല്ലേ, കുറച്ച് ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ഫുള്ളായിട്ട് ബ്രഷ് പെയിൻറ്റ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് വരും. വർക്കല്ല, മീൻസ് ഫുള്ളായിട്ട് ബ്രഷ് പെയിൻ്റ് ആണ്. 2.5 എബോ നമുക്ക് ഇതിന് ലെങ്ത് കിട്ടുന്നുണ്ട്. ബോട്ടം വരുന്ന കോട്ടൺ സിൽക്കിൽ ചെറിയൊരു ഡബിൾ ടോൺ വരുന്നുണ്ട് കേട്ടോ. ഗ്രീനിൻ്റെ കൂടെ ഒരു ചെറിയൊരു വൈൻ ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഫുൾ വീലിങ്ങിന് വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M124, റേറ്റ് 4480 4480.